നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നും അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ചിന്ത സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ സമഗ്രമായ വികസനം സാധ്യമാകുമെന്നും ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ചെയർമാൻ കെ അജിത് കുമാർ അഭിപ്രായപ്പെട്ടു. വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സുസ്ഥിര വികസിത വൈക്കം സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെള്ളം കിട്ടില്ല, ഒരു സപ്പോർട്ട് കിട്ടില്ല, ഇതിന്റെ സ്മെല്ലൊക്കെ വെച്ച് സാറ് ഞങ്ങളെ ഇതിന് വിടരുത്. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. ആദ്യം പിന്നെ നടക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് മാനേജ്മെന്റിന് ഇവിടെ പല പല പ്രപ്പോസലുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ CSRന്റെ ഭാഗമായിട്ട് ഇപ്പം ബയോഗ്യാസ് അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് ഒക്കെ നമ്മളൊരു സിസ്റ്റമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ കോർപ്പറേറ്റ് ചോദിച്ചു, നമുക്കിവിടെ കുറച്ച് പ്രശ്നമാണ്, നമ്മളോട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞു താൻ പ്രൊസീഡ് ചെയ്തു. അങ്ങനെയാണ് ഞാനിപ്പോഴും അഭിമാനത്തോടെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് ഞാനിപ്പോൾ കേരള ഗവൺമെന്റിനോട് പറഞ്ഞു വേണമെങ്കിൽ BPCL പാകിസ്ഥാൻ. കാരണം നമ്മുടെ നാടിനൊരു പ്രയോജനം ചെയ്യാൻ പറ്റാതെ നമ്മളൊരു പ്രസ്ഥാനം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്കൊരു താല്പര്യം. നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു മെന്റാലിറ്റി വളർത്തി എടുക്കുക എന്നുള്ളതാണ്. വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ 15ാമത് സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാറിൽ VMA പ്രസിഡന്റ് N ഷൈൻകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ഉത്തരവാദിത്വ ടൂറിസം CEO K രൂപേഷ് കുമാർ, ഡോക്ടർ N ശശിധരൻ, അഡ്വക്കേറ്റ് AC ജോസഫ്, P രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ സെമിനാർ നയിച്ചു. കുസാറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ G മധു മോഡറേറ്ററായി. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പുരസ്കാരം നേടിയ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്, വൈക്കം നഗരസഭ, മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത്, ബാഹുലൈൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, തലയോലപ്പറമ്പ് ICM എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. VMA സെക്രട്ടറി ജനറൽ M രാജു, ട്രഷറർ അനിൽകുമാർ, പ്രീത് ഭാസ്കർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.